പ്രധാനമന്ത്രിയും നവമാധ്യമങ്ങളിലൊക്കെ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. നവമാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ അദ്ദേഹം നിരവധി വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ അപ്രത്യക്ഷമായിരുന്നു. അതിനെതിരെ മെറ്റയെ വിളിച്ചു വരുത്തിയിരുന്നു കേന്ദ്ര IT മന്ത്രാലയം. മെറ്റയുടെ ടൂളിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് മെറ്റ സൂചിപ്പിച്ചത്. ഏതായാലും മെറ്റയുടെ ആ വാക്കുകളിലൊന്നും തന്നെ തൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല കേന്ദ്ര IT മന്ത്രാലയം എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ആ തരംഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി ഒരു തരംഗമായി തന്നെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ നവമാധ്യമങ്ങളിൽ റീൽ ബൂം സൃഷ്ടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശത്തിൽ പകച്ച് പാറ്റാക്കൂട്ടം. മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയവർ മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മോശം കാര്യങ്ങൾക്കല്ല നവമാധ്യമങ്ങളെന്ന സന്ദേശം അരക്കിട്ടുറപ്പിച്ചാണ് മോദിയുടെ വീഡിയോ സന്ദേശം. തനിക്കെതിരെ വ്യക്തിപരമായി മോശം പരാമർശം നടത്തിയ പെൺകുട്ടികളടക്കം എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാമെന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശം ജൻസിയുടെ പേരിൽ മുതലെടുപ്പിനിറങ്ങിയ രാഹുലിനെയും കൂട്ടരെയും വെട്ടിലാക്കുന്നു. യുവതലമുറയുടെ രക്ഷിതാവായി പ്രധാനമന്ത്രി കളത്തിലിറങ്ങിയതോടെ പാറ്റാക്കൂട്ടം ചിന്നിച്ചിതറിയിരിക്കുന്നു. നിരന്തര വിമർശകനായിരുന്ന സോനം വാങ്ചുക് സർക്കാർ നടപടികളെ സ്വാഗതം ചെയ്യുന്നതും പാറ്റകളെ വെട്ടിലാക്കുന്നു. മൻ കി ബാത്തിലൂടെ സാധാരണക്കാരെയും സെൽഫി വീഡിയോ റീലിലൂടെ ജൻസിയെയും ജൻ ആൽഫയെയും മോദി കീഴടക്കുമ്പോൾ അക്രമത്തിനും കലാപത്തിനും കോപ്പുകൂട്ടിയ രാജ്യവിരുദ്ധരാണ് പ്രതിരോധത്തിലാകുന്നത്. മോദി നൽകുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരോടും ക്ഷമിച്ച് മുന്നോട്ട് പോകാമെന്ന സന്ദേശമാണ്. जंतर मंतर पर जो कुछ भी हुआ देश और दुनिया ने देखा है. कुछ शरारती बच्चों ने भद्दी भद्दी गालियां बोली. किसी भी सभ्य समाज को शोभा न दे ऐसे शब्दों का प्रयोग किया गया. मुझे तो गालियां दी गई, मेरी स्वर्गीय माता को भी गालियां दी गई. मैं आज बात करना चाहता हूं कि बचपन में गलतियां होती हैं और बचपन में गलतियों से सुधरने का अवसर भी होता है. एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती हैं. इन बच्चों को गले लगा करके राह दिखाने का मैं उन्हें माफ करना चाहता हूं. ഇങ്ങനെ പ്രധാനമന്ത്രി രംഗത്തിറങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അരാജകത്വവും അരാഷ്ട്രീയവാദവും സൃഷ്ടിക്കാൻ ശ്രമിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയാണ് വെട്ടിലായത്. പാറ്റകളുടെ പോരാട്ടത്തിന്റെ തട്ടകമായ സമൂഹ മാധ്യമങ്ങളിൽ മോദി കൂടിയെത്തിയത് പാറ്റാക്കൂട്ടത്തിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി കൂടി സംവദിക്കാൻ എത്തിയതോടെ ജൻസി പാറ്റകളുടെയും അവരെ നിയന്ത്രിക്കുന്നവരുടെയും സ്വാധീനത്തിൽപ്പെട്ട് രാജ്യവിരുദ്ധരായി മാറില്ലെന്നുറപ്പിക്കാം. ജനം, ഡൽഹി.